ഇന്നലെ അർദ്ധരാത്രി മത്സ്യബന്ധന മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 52 ദിവസത്തെ നീണ്ട കാലയളവിന് ശേഷം ട്രോളിംഗ് നിരോധനം അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഹാർബറുകളെല്ലാം. അതിന് പ്രധാനമായി കാരണം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മത്സ്യബന്ധന മേഖലയിൽ ചെറുവള്ളങ്ങളിൽ നിരവധി മത്സ്യ ഇനങ്ങൾ ലഭിച്ചതായുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും അത് നോക്കുമ്പോൾ ഈ കൊഞ്ച്, കണവ, അയല പോലെയുള്ള മത്സ്യങ്ങൾ വലിയ തോതിൽ ലഭിച്ചിരുന്നു. കിളിമീൻ അടക്കമുള്ള മത്സ്യങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ബോട്ടുകളിൽ ഈ മത്സ്യങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്നാൽ മത്തി അടക്കമുള്ള മത്തി, ചാള പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും എന്നാൽ ഈ കൊഞ്ച്, ചെമ്പീൻ, കണവ, അയല പോലെയുള്ള മത്സ്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഹാർബറുകളിൽ. ഇന്നലെ അർദ്ധരാത്രി മുതൽ പോയ ബോട്ടുകൾ ഇന്നു മുതൽ തിരിച്ചെത്തും. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ മത്സ്യം കൂടുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് തീരദേശം മേഖലകൾ മുഴുവനായും. സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളിലായി തന്നെ മത്സ്യത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിരുന്നതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചെറുവള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് വലിയ തോതിലുള്ള മത്സ്യത്തിൻ്റെ ഒരു അളവ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ ജില്ലകളിലും ഇത് ഉണ്ടായതായി തന്നെയാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ ഒരു വലിയ പ്രതീക്ഷയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നിറയെ മത്സ്യവുമായി കരയിലേക്ക് ബോട്ടുകൾ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.